തീ കത്തിച്ചാൽ തനിയെ കറങ്ങുന്നൊരു ഫാൻ. ബാറ്ററിയോ കറണ്ടോ സോളാറോ ഒന്നും വേണ്ട, തീ കൊടുത്താൽ മാത്രം മതി ഈ ഫാൻ തനിയെ കറങ്ങും. കോട്ടയം അമേന്നൂർ മെത്രാഞ്ചേരി സ്വദേശിയായിട്ടുള്ള രാജീവാണ് ഇങ്ങനൊരു ഫാൻ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹവും ആ ഫാനുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഫാൻ. ഇത് തീ കൊടുത്താൽ ഈ ഫാൻ തനിയെ കറങ്ങും? തീ കൊടുത്താൽ മാത്രം മതി. ഹീറ്റിന്റെ എനർജി കൊണ്ട് കറങ്ങുന്ന ഹീറ്റ് എനർജി കൊണ്ട് കറങ്ങുന്ന ഒരു ഫാൻ. ബാറ്ററിയോ കറണ്ടോ സോളാറോ ഒന്നും വേണ്ട. നമ്മള് ഈ ചേമ്പറിനകത്ത് ചൂട് കൊടുക്കുമ്പോഴാണ് ഇത് കറങ്ങുന്നത്. പിന്നെ ഇത് ചൂടാകുന്ന ഹീറ്റ് കൊണ്ട് ഇതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ചൂട് കൂടും തോറും സ്പീഡ് കൂടും. ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം? ഇത് ഞാൻ ഈ സിനിമ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോഴത്തേന് അതിനകത്തൊരു പ്രത്യേക വെറൈറ്റിയാണ്. എപ്പോഴും ഇംഗ്ലീഷ് സിനിമകൾ വെറൈറ്റി ആണല്ലോ. അപ്പോൾ ഈ പഴയ മോഡൽ സാധനങ്ങളോടും എനിക്ക് ഭയങ്കര കമ്പമാണ് എപ്പോഴും. അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്യാനും എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേന് ഇത് എനിക്ക് കണ്ടപ്പോൾ ഒരു ആശ്ചര്യം പോലെ തോന്നിയിട്ടാണ് അപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറിയത്. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പരിശ്രമമായി കുറേ കാലം പരിശ്രമിച്ചു. നമ്മൾ ആലോചന കുറേ നാൾ വേണം. പക്ഷേ ഇത് നമ്മൾ ഇപ്പം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം താമസം വേണം. എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ കുറെ കാലം എടുക്കും. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ആണോ? ഇതെല്ലാം ഇപ്പം ഇതിപ്പോൾ ഞാൻ ആദ്യം ഞാൻ വേറൊരു ഈ മൊത്തം ഈ പാട്ടയിലായിരുന്നു മൊത്തം ചെയ്തിരുന്നത്. അത് പ്രവർത്തനം മാത്രം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഒരാൾക്ക് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഇപ്പം ഞാനിത് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സ്റ്റീലാണ്. ഇത് അക്രലിക് ഷീറ്റാണ് ഈ ഇതിൻ്റെ ഫ്രെയിമുകളല്ല. പിന്നെ ഈ ലീഫ് അലുമിനിയം ആണ്. ഇതിന്റെ ഈ ബേസ് എന്താണ്? ബേസ് മിക്സിയുടെ ജാറാണ്. അപ്പം അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബേസ് കുഴപ്പമില്ല. മറ്റുള്ള ഇരുമ്പൊക്കെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് ഡാമേജ് ആയി പോവുകയും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഹീറ്റ്സിംഗ് ഉണ്ട് സൈഡിൽ. ഇത് ഇതൊന്ന് ഫാൻ ഒന്ന് കറങ്ങുന്നതാണോ? കറങ്ങുന്നതാണ്. ഒന്ന് കാണിച്ചു തന്നോ. ഇതെങ്ങനെയാണ് ഈ ഫാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് ശരിക്കും മണ്ണെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട്. മണ്ണെണ്ണയാണ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ആയിരിക്കണം, സ്പിരിറ്റ് ലാമ്പായിരിക്കണം. ഇപ്പൊ നമുക്ക് മണ്ണെണ്ണയും കിട്ടാനില്ല, സ്പിരിറ്റിലും കിട്ടാനില്ല. അപ്പൊ ഞാനിപ്പോ അത്യാവശ്യം ഉദ്ദേശിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ശാല എണ്ണ ഒഴിച്ച് തീ എത്തിക്കാം. ഇപ്പൊ ഹീറ്റ് മതി ഇതിന്. അപ്പം എപ്പോഴും നമ്മൾ പ്രവർത്തനം അതാണല്ലോ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ഒരു ഫാനാണ്. അത് ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ട് അതിലൊരു കൗതുകം തോന്നി ഈ രാജീവ് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് ആ ഫാന്. വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഫാൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ അദ്ദേഹം ഒരു തീ കൊടുത്തിരിക്കുകയാണ്. ഇനി അതിന് മുകളിലേക്ക് ആ ഫാൻ എടുത്ത് വെക്കും അല്ലേ? അങ്ങനെയല്ലേ? ഇതിന്റെ മേളിലോട്ട് ഫാൻ എടുത്ത് വെക്കണം. നോക്കാം, നമുക്കിത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നോക്കാം. നമ്മൾ ഇതിന്റെ മേളിലോട്ട്, ഇതിന്റെ മേളിൽ നോക്കാം കേട്ടോ. ഇതിന് ഒന്നും ഇല്ല, ഇതിന്റെ ചേമ്പർ മാത്രമേ ഉള്ളൂ ഇതിന്റെ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഉയർത്തി കാണിക്കുന്നുണ്ടില്ല. ഇപ്പം അല്പം കരിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതാണ് ഇത്രയും ഭാഗമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ബാറ്ററിയോ അങ്ങനെയുള്ള ഒരു ഇടപാടുകളും ഇല്ല. ഇത് ഹീറ്റ് കൊണ്ട് കറങ്ങാം. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. വെച്ചോ. ഒരുപാട് ടൈം എടുക്കും ഇത് ഹീറ്റ് ആയി? സെക്കൻഡ് സമയം എടുക്കും ഹീറ്റ് ആകാനായിട്ട്. മെറ്റൽ കേസ് ആയതുകൊണ്ട് നമ്മളത് പിന്നെ ചൂടാകാൻ ശകലം നേരം താമസം എടുക്കും. ഒരു 2 സെക്കൻഡോളം താമസം വരും. ഇത് ചൂടായി കിട്ടിയാൽ അന്നേരം കറങ്ങും. നമ്മൾ ജസ്റ്റ് കറക്കി കൊടുക്കണോ? കറക്കണം. അത് പിന്നെ ഈ എഞ്ചിനെല്ലാം അങ്ങനെയാണ്. നമ്മൾ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ പോലും നമ്മൾ കറക്കി കൊടുക്കണം. ഇപ്പൊ ചേട്ടൻ അത് കറക്കി കൊടുത്തു. ഇതൊക്കെ തന്നെ ഇപ്പൊ നിലവിൽ അത് എനിക്കത് കറങ്ങി തുടങ്ങി. ഹീറ്റ് കൊണ്ട് കറങ്ങി തുടങ്ങി. ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യണ്ട. ഇനി ഇതിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിന്റെ പിൻഭാഗത്തേക്ക് ഒന്ന് വന്നേ, ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇനിയും ഈ ഹീറ്റ് കൂടുന്നതനുസരിച്ച് ഫാൻ്റെ സ്പീഡ് കൂടും. ചൂട് എത്ര കൂടുന്നോ അതനുസരിച്ച് അത് കൂടും. കൊള്ളാം. ഇതെന്തായാലും പഴയ ഇംഗ്ലീഷ് സിനിമകൾ കണ്ട ഒരു പ്രചോദനം തോന്നി ഇതെങ്ങനെയും നിർമ്മിച്ചെടുക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം സ്വന്തമായി ചെയ്തെടുത്താണ്. എത്ര കാലം എടുത്തു ഇത് യാഥാർത്ഥ്യമാക്കാൻ? പിന്നെ നമ്മളിത് ആദ്യമേ നമ്മളിത് കുറേ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ഇപ്പം നമുക്ക് ആ ഒരു സാധനം നേരിട്ട് കാണാൻ പറ്റത്തില്ല ശരിക്കും. നമ്മളത് പിന്നെ നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ആ സിനിമയിലൊക്കെ നമ്മളിത് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു രൂപം, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കും. ചേട്ടൻ്റെ പ്രൊഫഷൻ എന്താണ്? എനിക്ക് മേസ്തിരിപ്പണിയാണ്. 7ാം ക്ലാസ് വരെ വെള്ളക്കുറിച്ച് പോയുള്ളൂ. അതോടുകൂടി പഠിത്തം നിർത്തിയായിരുന്നു. ഇങ്ങനെയുള്ള മേഖലകളൊക്കെ താല്പര്യം കൊണ്ട് പിന്നെ അതൊക്കെ നിന്നുപോയി. അപ്പം പിന്നീട് ഇത്തരം മേഖലകളിലേക്കൊക്കെ ഇറങ്ങുകയായിരുന്നു. ഇങ്ങനെയുള്ള മേഖലയിലേക്കായിരുന്നു. ഇപ്പം നമ്മളിത് പിടിച്ചു നിർത്തിയെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതിങ്ങനെ നിന്ന് ഇപ്പം ചൂടായി നിൽക്കുക.
ഇത് നല്ല ചൂട് ഹീറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇത് ഇങ്ങനെ ഒറ്റ കറക്കം വിട്ടാൽ ജസ്റ്റ് കറക്കി വിട്ടാൽ മതി. കറക്കം വിട്ടാൽ മതി. പിന്നെ നമ്മൾ അതൊക്കെ ഇവനെ ഇത് എടുത്ത് ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഇത് കണ്ട എല്ലാവരും നോക്കണം, ഇതൊക്കെ പിടിച്ചിരിക്കുക. അതിന്റെ ഹീറ്റ് നിൽക്കുന്ന അത്രയും ഹീറ്റ് നിൽക്കുന്ന അത്ര സമയം ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഹീറ്റ് കുറയുമ്പോൾ നമ്മൾ അതിലോട്ട് വെക്കും, അന്നേരം ഹീറ്റ് കൂടും, കറക്കം കൂടും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, ഇദ്ദേഹം ഒരു അസാധ്യ കലാകാരൻ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ കരവിരുത് എന്താണ് എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഈ വീട്ടിൽ കുറേ അധികം സാധനങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൽ കുറച്ചൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന മൂർഖനാണ്. ചേട്ടൻ ചെയ്തെടുത്ത മൂർഖൻ ചെയ്തിട്ടാ ഈ മൾട്ടിപ്പിൾ ചെയ്താ. ഓ എൻ്റെ ചേട്ടാ, ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മുറ്റത്ത് വെച്ചേക്കുവാണോ? നമ്മൾ ആൾക്കാരൊരു രസം. ഇത് രസമല്ലേ, ഇത് കണ്ടിട്ട് പേടിയാ തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള ചെറിയ ഇതാകുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഇത് മാറ്റി വെക്കും. കാരണം മറ്റുള്ളവർ പേടിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തപ്പോഴും ഒക്കെ ആൾക്കാർക്ക് ഈ പെയിന്റ് അടിച്ച് ഉണങ്ങാനൊക്കെ വെച്ച് വല്ലവരും പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നാൽ ഇതൊന്ന് ഈ ഫ്രണ്ട് റോഡ് സൈഡിൽ വെച്ച് ഉണങ്ങണ്ട കേട്ടോ, വെറുതെ ആളുകളെ പേടിപ്പിക്കണ്ട. പിന്നെ ഈ കാക്ക ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതും ചേട്ടൻ ചെയ്താ? ഉണ്ടാക്കിയതാ. ഈ കാക്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫുള്ളും തെർമോക്കോളാണ്. ഇപ്പം ഇതിപ്പം നമ്മളിപ്പം ഓർഡറിന് എന്തെങ്കിലും തെർമോക്കോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഇത് ലാസ്റ്റ് ചെയ്തില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഓർഡർ കൊടുക്കുവാണെങ്കിൽ തടിയിലാണ് പണിത് കൊടുക്കുന്നത്. ചേട്ടൻ അങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ കണ്ണൊക്കെ എന്ത് ഒറിജിനാലിറ്റിയാണ്? കണ്ണെല്ലാം മുത്ത് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതിന്റെ മിഴി അങ്ങനെയുള്ള ഇതെല്ലാം മാക്സിമം നമ്മൾ ചെയ്യാവുന്നത്രയും മാക്സിമം ക്ലിയർ ആക്കാൻ നോക്കി ചെയ്തിട്ടുണ്ട്. പെർഫെക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇത് ഫുള്ള് തടിയിൽ ചെയ്തിരിക്കുന്നു. ഇത് ഫുള്ള് തടിയിൽ ചെയ്തിരിക്കുന്നത്. തടി കൊണ്ട് തവളയാണ്. പിന്നെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. പെയിന്റിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ. മൊത്തം അക്രലിക് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കാണുന്ന സൈസ് ഒരു പരുന്ത. ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ള് തെർമോക്കോളാണ്. ഫുള്ള് തെർമോക്കോൾ ചെയ്തിരിക്കുന്നത്. ഇതും അക്രലിക് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു തോന്നൽ വരുമ്പോഴത്തേനും ഓരോ ഇതിന് വേണ്ടി എടുക്കുന്ന. ഇതിനൊക്കെ എപ്പോഴാണ് ഈ സമയം കണ്ടെത്തുന്നത്? നമ്മൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്താണ്. മേസ്ത്രി പണിയാണ്. രാത്രി പണി കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന സമയത്താണ് ഇതൊക്കെ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് ആനിമൽ പ്ലാന്റ് അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ കാണുന്ന സൈസ് ഒരു പരുന്താണ് ഗർജിച്ച് നിൽക്കുന്നത്. ഇത് ഫുള്ള് തടിയാണ്. ഇത് ഫുള്ള് തടിയാണ്. ഇത് ഫുള്ള് തടി. ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടോ? ഫുള്ള് തടിയായത്. ചേട്ടാ എസ് ലോറി ചേട്ടൻ ചെയ്തെടുത്താണോ? എസ് ലോറി ഞാൻ ചെയ്താ. ഇതെന്താണ് മെറ്റീരിയൽ? ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര പെർഫെക്ഷൻ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പലരും മിനിയേച്ചർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ലോറിയൊക്കെ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഒന്നെടുത്ത് കാണിക്കുമോ? പിന്നെ കാണാമല്ലോ. ഇത് എത്ര ദിവസം കൊണ്ട് ചെയ്തതാണ്? ഇത് നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് പണിയുന്നില്ലല്ലോ. അപ്പം നമ്മൾ വൈകിട്ട് ഒഴിവ് സമയങ്ങളിൽ പണിയുന്ന. അപ്പോൾ ഒരു 33 ദിവസം ഏകദേശം ഇതിന് വർക്കായിട്ടുണ്ട്. 33 ദിവസം വൈകുന്നേരങ്ങളിൽ കൊണ്ട് ചെയ്തതാണ്. ഈ ഏറ്റവും എടുത്ത് പറയേണ്ടത് എസ് സി ലോറിയുടെ ഏറ്റവും ഒരു രസകരമായ വെച്ചാൽ ഇതിന്റെ ഈ പെയിന്റിംഗ് ആണ്. ഈ ചെറിയ രീതിയിലുള്ള ചിത്രപ്പണികളാണ് എസ് സി ലോറികളുടെ ഏറ്റവും ആകർഷണമായ സാധനം. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് താങ്കൾ അതിന് സൈഡിൽ നിന്ന് കാണിക്കുമോ? വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, സാധാരണ നമ്മൾ എസ് സി ലോറികളിൽ കാണാം ആ ഒരു തൊട്ടിയൊക്കെ. തൊട്ടിയൊക്കെ ഉണ്ട്. അത് അലുമിനിയത്തിന്റെ തൊട്ടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇതിന്റെ പേരും ഒരു വെറൈറ്റി, അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ ആ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് ചെയ്ത പടം. അന്ന് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേരിട്ടേക്കാം. ഇതിന്റെ ബാഗിൽ ആ പടം ചെയ്തിരിക്കുന്നു. ഇത് താങ്കൾ തന്നെ വരച്ചതാണോ? വരച്ചതാ. അടിപൊളി കാര്യം. പണ്ടത്തെ എസ് സി ലോറികളുടെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ബാക്കിലെ ഒരു പടം. ഒന്നെങ്കിൽ പിന്നെ കടുവയായിരിക്കും, അല്ലെങ്കിൽ ആന. അതെ, അങ്ങനെയുള്ള പടങ്ങളാണ് കൂടുതലും ചെയ്തു വരുന്നത്. ഇത് നമ്മളുടെ പഴയ മെറ്റഡോർ വാൻ അല്ലേ? മെറ്റഡോർ മഹേന്ദ്രയുടെ FJ 470 എന്ന് പറയും. FJ 470 എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ്. ഈ പണ്ട് കാലത്ത് ആദ്യകാലത്ത് ഈ 470 വരുന്നതിന് മുമ്പ് ഈ ലോഡ് കൂടുതലും കയറ്റിക്കൊണ്ടിരുന്ന ഒരു വാഹനമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അധികമായി ഇത് കാണാനില്ല. ഇപ്പം ഈ സാധനം കാണാനേ ഇല്ല. ഇതൊക്കെ അന്യം നിന്ന് പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇതെന്താണ്, തടിയാണോ? അല്ല, ഇതെല്ലാം ഫുള്ളും മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കുറേ ദിവസങ്ങളെടുത്ത് പണിതാ. ഇതൊക്കെ ഈ രാത്രിയിലുള്ള സമയങ്ങളിലാണല്ലോ നമ്മളെ പണി. ഇതിന്റെ ബാക്കിലെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലേ? ഇത് ചെയ്യത്തില്ല ഞാൻ. മറ്റേ ഇതിന്റെ സൈഡെല്ലാം തുറക്കാവുന്ന. സൈഡ് ഇങ്ങനെ തുറന്ന് സൈഡ് ഡോറെല്ലാം തുറക്കാവുന്ന. ഇതെല്ലാം തുറക്കാവുന്ന. ഇത് നമ്മുടെ സുന്ദരി ഓട്ടോ.
സുന്ദരി. ഞാനൊരു സുന്ദരി എന്നൊരു പേരും കിട്ടുന്നേ ഉള്ളൂ. ഇത് കാര്യം ഇത് മറ്റേ ലാംബിയുടെ ആ കാലഘട്ടത്തിലുള്ള ഓട്ടോറിക്ഷ, ക്വാളെന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ. ലാമട്ര എന്ന് പറഞ്ഞ ഇതല്ലേ? ലാംബട്ര സൈഡ് കിക്കറൊക്കെ ഉള്ളത് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഹെഡ്ലൈറ്റിന്റെ ഫ്രണ്ടിൽ ഈ ഷെയ്ഡുള്ള വണ്ടി. അത്യാവശ്യം ഇതിന്റെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഈ ഹോണ് ഈ ഹോണായ മിക്ക പഴയ വണ്ടികൾക്ക് മുഴുവൻ ഹോണുകളാണ് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ എയർ ഫിൽട്ടർ എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് ഹാൻഡില്. പിന്നെ ബാക്ക് ഈ മോഡല് ബമ്പറുകളാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് കൂടുതലും. ഇതെന്താണ് ഈ ബ്രേക്ക് ലൈറ്റ് എന്താണ് ഉപയോഗിച്ചേക്കുന്നത്? ബ്രേക്ക് ലൈറ്റ് അത് ലൈറ്റ് തന്നെയാണ്. ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ തന്നെ ഇത് തന്നെയാണ്. ബ്രേക്ക് ലൈറ്റിന്റെ ഗ്ലാസ് പൊട്ടിച്ചെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു, മുറിച്ചെടുത്ത് ചെയ്തിരിക്കുന്ന. ഭയങ്കര പെർഫെക്ഷൻ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ അംബാസഡർ കാറാണ്. ഒരു രക്ഷയില്ലാത്തൊരു അംബാസഡർ കാർ. ഇത് എന്തിനാണ് ചെയ്തിരിക്കുന്നത്? ഇതും ഫോം ഷീറ്റ് ചെയ്തിരിക്കുന്ന. ഫോം ഷീറ്റാണ്. ഇത്രയും വളച്ചൊക്കെ എടുത്ത് ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അല്ലേ? അല്ല, വളച്ച് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ അതുപോലെ മിനിയേച്ചർ ചെയ്യുന്നത് തന്നെ ഒരു ഭയങ്കര, മിനിയേച്ചർ കലാകാരന്മാർക്ക് തന്നെ അറിയാം ഒരു മിനിയേച്ചർ ചെയ്തെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണത്. ഇതൊക്കെ എത്ര ദിവസം എടുത്തിട്ട് ചെയ്തതായിരിക്കും ഈ അംബാസഡർ കാറൊക്കെ? ഇത് ഒരാഴ്ചക്ക് മേളിൽ എടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്ക് മേളിൽ. അതും വൈകിട്ടല്ല, ഞാൻ പകലിരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്ക് മേളിൽ എടുത്തിട്ടുണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലാംബട്രയുടെ തന്നെ ഗുഡ്സ് വണ്ടി. പെട്ടിലാംബട്ര ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് ഇത് കാണുമ്പോൾ തന്നെ. പെട്ടിലാംബട്ര എന്ന് പറഞ്ഞാൽ കോട്ടയംകാരായി ബോഡി കെട്ടി ആദ്യം പെട്ടിലാംബട്രയ്ക്ക്. ബാക്കിയുള്ള വണ്ടിക്കൊന്നും ബോഡിയുള്ള വണ്ടികളല്ല, ഈ തടി ബോഡി കെട്ടിയിരിക്കുന്ന കോട്ടയംകാർ മാത്രമേ. ഈ ക്യാബിന്റെ മുകളിൽ ബോഡി ഉണ്ട്. ഈ തലേക്കെട്ട മോപ്പ്, അതുപോലെ തന്നെ ഈ ഡിസൈൻ എല്ലാ ഓട്ടോറിക്ഷയ്ക്കും പണ്ട് തൊട്ടേ. പിന്നെ ഇതിൻ്റെ ഹോണുകൾ, ഈ ഹാൻഡില്, പിന്നെ ഇതിൻ്റെ കിക്കറൊക്കെ വർക്ക് ചെയ്യും. കിക്കർ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊക്കെ വർക്ക് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ അതിൻ്റെ പഴയ രൂപം ഒന്ന് കൊള്ളിച്ച് നടത്താൻ ഓർത്തിട്ട് ചെയ്തിരിക്കും. ഇത് തുറക്കുകയും ബൈക്കിൽ ലോഡ് കയറ്റുകയൊക്കെ ചെയ്യാം. അടിപൊളി. ചേട്ടൻ ഒരു അസാധ്യ ചിത്രകാരൻ കൂടിയാണ്. അദ്ദേഹം വരച്ച കുറച്ച് ചിത്രങ്ങളൊന്ന് കണ്ടു നോക്കാം. ആരെയും ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ്. ഇത് സുമാരി ചെയ്തിരിക്കുന്നത്, ഇത് പെൻസിലിൽ ചെയ്തിരിക്കുന്നത്. പെൻസിൽ ഡ്രോയിങ് ആണല്ലേ? പെൻസിൽ ഡ്രോയിങ് ആണ്. ഓക്കെ. പിന്നെ അടുത്തത് ജയറാമനെ ചെയ്തിരിക്കുന്നത്. പിന്നെ കൊച്ചിൻ ഖനീഫ. ഇതൊക്കെ താങ്കൾ നോക്കി വരയ്ക്കുന്ന. പിന്നെ ശ്രീനിവാസന്റെ വേറൊരു. അടിപൊളി. പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഈ താങ്കൾ ചിത്രകല പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. ഇല്ല. ഇതെല്ലാം ഒരാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യല്ലേ. യേശുദാസ്, ഇതൊക്കെ ശരിക്കും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളെന്ന് പറയാം. ഇതെന്താണ്, എന്തുപയോഗിച്ചിട്ടാണ്? ഇത് കളർ പെൻസിൽ, ഈ പിള്ളേരുടെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് പിന്നെ ജയൻ രാജാ പാർട്ട് വേഷം കിട്ടിയിരിക്കുന്നു. പിന്നെ അമ്പളിച്ചേട്ടൻ, ജഗതി ശ്രീകുമാറിന്റെ വീണ്ടും മറ്റൊരു ചിത്രം. പിന്നെ മഞ്ജുപിള്ള, സായികുമാർ. അന്യായ പെർഫെക്ഷൻ ഉണ്ടോ എല്ലാ ചിത്രങ്ങളും, ഒന്നും പറയാനില്ല. പിന്നെ ശ്രീനിവാസന്റെ വേറൊരു രൂപം. മറ്റേതൊരു പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു അല്ലേ? ഇത് കളർ പെൻസിൽ. പിന്നെ ഗുരുദേവനെ വരച്ചിരിക്കും. ഇത് പെൻസിലാണ്. ഇതും പെൻസിലാണ്. ഇപ്പോൾ ഇദ്ദേഹം ഒരു അസാധ്യ കലാകാരനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കോട്ടയം അമയന്നൂർ മെത്രാഞ്ചേരി സ്വദേശിയാണ് രാജീവ്. അദ്ദേഹം ഒരുപാട് കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും. വളരെ കഴിവുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയം അമയന്നൂർ മെത്രാഞ്ചേരി സ്വദേശിയായിട്ടുള്ള രാജീവേണ്ട വിശേഷങ്ങൾ. നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.